നന്ദിനി 2-ന്റെ എപ്പിസോഡ് 11-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ദിവസം പുരുഷോത്തമൻ മായക്കണ്ണാടിയിൽ നോക്കുകയാണ്. മായക്കണ്ണാടിയിൽ പുരുഷോത്തമൻ സൗന്ദര്യം നോക്കി നിൽക്കുമ്പോൾ പുരുഷോത്തമന്റെ മൈൻഡ് മാറുകയാണ്. പുരുഷോത്തമന്റെ മുഖത്തെ ഭാവം മാറുന്നു. പുരുഷോത്തമൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന വിലാസിനി അങ്ങോട്ടും ഇങ്ങോട്ടും പുരുഷോത്തമൻ നടക്കുന്നത് കണ്ട് എന്താണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന പുരുഷോത്തമൻ വിലാസിനിയോട്, നിന്നെ വിവാഹം കഴിച്ച അന്ന് മുതൽ എന്റെ വാല്യൂ കുറഞ്ഞു. വിവാഹത്തിന്റെ മുമ്പ് എനിക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പുരുഷോത്തമൻ വയലന്റ് ആവുകയാണ്. ഇതെല്ലാം കണ്ട് ശർബം മറഞ്ഞു നിന്ന് സന്തോഷിച്ച് നിൽക്കുകയാണ്. പുരുഷോത്തമന്റെ വാക്കുകൾ കേട്ട് വിഷമം വരുന്ന വിലാസിനി വിഷമം കൊണ്ട് എന്തൊക്കെയോ പറയുകയാണ്. വിലാസിനിയുടെ മേക്കപ്പ് സാധനങ്ങൾക്കും ബ്യൂട്ടി കോമ്പറ്റീഷനിലും കൊണ്ട് നടന്ന് എന്റെ ജീവിതം നശിച്ചു പോയി എന്നും നിന്നെ പോലെ തന്നെ നിന്റെ മകനും എന്നൊക്കെ പറഞ്ഞ് പ്രണവിനെയും കുറ്റപ്പെടുത്തി ഓരോന്നും പറയുകയാണ്. പ്രണവിനെ കുറിച്ച് പറയുന്നത് കേട്ട് അവിടെ പ്രണവ് വരുന്നു. അച്ഛന്റെ അമ്മയുടെയും പ്രശ്നത്തിനിടയിൽ എന്റെ പേര് വലിച്ചിഴച്ചത് എന്തിനാണെന്ന് ചോദിച്ചാണ് പ്രണവ് അവിടേക്ക് വരുന്നത്. അത് കേട്ട് പുരുഷോത്തമന് ദേഷ്യം വരികയും പുരുഷോത്തമൻ പ്രണവിനെ കുറ്റപ്പെടുത്തുകയും പ്രണവ് എഴുതുന്ന ഓട്ടോബയോഗ്രഫിയെ കുറിച്ച് കുറ്റം പറയുകയും ചെയ്യുകയാണ്. പുരുഷോത്തമന്റെ ബഹളം കേട്ട് അവിടെ ദേവസേനയും ജനനിയും വരുന്നു. അവരെ കാണുന്ന വിലാസിനി, അവർ രണ്ടുപേരും കാരണമാണ് ഞങ്ങൾ ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നതെന്നും ഞാനും എന്റെ മകന് ശല്യമാണെങ്കിൽ ഇവിടെ നിന്ന് പോകാമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ദേവസേന വിലാസിനിയുടെയും പുരുഷോത്തമന്റെ ഇടയിലുള്ള പ്രശ്നം തൽക്കാലം പറഞ്ഞ് സോൾവ് ചെയ്യുകയാണ്. കുറച്ചു കഴിയുമ്പോൾ മായ മിററിന്റെ ശക്തി മാറുകയും പുരുഷോത്തമൻ നോർമലാവുകയും ചെയ്യുന്നു. പക്ഷേ കുറച്ചു മുമ്പ് പറഞ്ഞതൊന്നും പുരുഷോത്തമന് ഓർമ്മയില്ല. ശേഷം ജനനി ദേവസേനയോട്, നമുക്ക് ഇവിടെ നിന്ന് പോകാം ചേച്ചി, നമ്മൾ കാരണം അങ്കിളും ആന്റിയും തമ്മിൽ പ്രശ്നമുണ്ടാകരുതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ദേവസേന ജനനിയോട്, ഒരു കുടുംബമാകുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അത് പരിഹരിക്കുന്നതുമെല്ലാം സർവ്വസാധാരണമാണ്. ഇതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ ജനനിയെ കാണാൻ ക്ഷേത്രത്തിൽ വരികയാണ് വീരാട്ട്. വീരാട്ടിനെ കാണുന്ന ജനനി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് കാണുന്ന വീരാട്ട് ജനനിയുടെ സമ്മതമുണ്ടെങ്കിൽ രണ്ട് കുടുംബത്തിലും ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാമെന്നും ജനനി കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് തന്നാൽ മതി എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ജനനി, ചേച്ചിക്ക് വിഷമമുണ്ടാകുന്നതൊന്നും ചെയ്യാൻ ജനനിക്ക് കഴിയില്ല എന്നും ജനനിക്ക് വീരാട്ടിനെ പോലെ തീരുമാനമെടുക്കാനുള്ള ധൈര്യമില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ജനനി പറഞ്ഞതെല്ലാം ഓർമ്മിച്ച് വിഷമിച്ച് വീരാട്ട് ക്ഷേത്രത്തിൽ നിന്ന് പോയി കാറിൽ കയറിയിരിക്കുമ്പോൾ അവിടെ നീലി വരുന്നു. വീരാട്ടിനെ കാണുന്ന നീലി വീരാട്ടിനോട് നീലിയുടെ കൂടെ ടീ കുടിക്കാൻ വേണ്ടി വരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന വീരാട്ട്, ഒരു അത്യാവശ്യ കാര്യത്തിന് പോകേണ്ടതുണ്ടെന്നും വരാൻ കഴിയില്ല, നിർബന്ധിക്കണ്ട എന്നും പറയുകയാണ്. ജനനിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കാനും ജനനിയോട് സംസാരിക്കാനും ജനനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാത്രം വീരാട്ടിന് സമയമുണ്ട്. ഒരു തിരക്കുമില്ല, എമർജൻസിയും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന വീരാട്ട് നീലിയോട്, എനിക്ക് എന്താണ് ഇഷ്ടം അത് ഞാൻ ചെയ്യും. ജനനിയെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എത്ര ബിസിയാണെങ്കിലും ഞാൻ അവളെ കാണാൻ പോകും. അത് അമ്പലത്തിലാണെങ്കിലോ അതോ വീട്ടിലാണെങ്കിലോ അതോ ശ്മശാനത്തിലാണെങ്കിലോ പോകും. നിനക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ് വീരാട്ട്. ഇതെല്ലാം നിനക്ക് വേണ്ടി എനിക്കും ചെയ്തു തരാൻ കഴിയും. നിനക്ക് ഒരിക്കലും ജനനി ചേരില്ല. നിനക്ക് ജനനി ഒരു ടൈം പാസ് മാത്രമാണ്. ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിക്കുമ്പോഴാണ് ആ ജീവിതം സന്തോഷമാകുന്നത് എന്നൊക്കെ പറയുകയാണ് നീലി. നിനക്ക് എന്നേക്കാൾ നല്ലൊരാളെ കിട്ടും, എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വീരാട്ട് കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു. നീലി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് ദേവസേനയെ കാണാൻ വേണ്ടി വരികയാണ് ഫ്രണ്ടായ ശാലിനിയും പ്രൊഫസറും. പ്രൊഫസർ ദേവസേനയോട്, ദേവസേനയുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ ദേവസേനയ്ക്ക് അവിടെയുള്ള ഒരു സ്റ്റാച്യു കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ സ്റ്റാച്യുവിൽ നോക്കി പ്രൊഫസർ ദേവസേനയോട്, ഇന്ന് പൗർണമി ദിവസമാണ്. ഇന്ന് രാത്രി 2 മണിക്ക് ഈ കുതിരയായ സ്റ്റാച്യു ഇവിടെ നിന്ന് പോകും. കറക്റ്റ് 3 മിനിറ്റ് കഴിഞ്ഞ് ആ കുതിര തിരിച്ചു വന്ന് സ്റ്റാച്യുവായി മാറുമെന്ന് പറയുകയാണ്. അതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ദേവസേന. ശേഷം 3 പേരും കൂടി സ്റ്റാച്യുവിൽ നോക്കി നിൽക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ആ കുതിരയ്ക്ക് ജീവൻ വയ്ക്കുകയും ആ കുതിര അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അത് കണ്ട് അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുകയാണ് ദേവസേന. അഷ്ടവക്രയും നമ്പൂതിരിയുടെ ആത്മാവും കൂടി വരുന്ന സമയം ആ കുതിര അവരുടെ മുന്നിൽ വരുന്നു. ആ കുതിരയെ കണ്ട് ഡൗട്ട് തോന്നുന്ന അഷ്ടവക്ര നമ്പൂതിരിയോട് കാര്യം ചോദിക്കുകയാണ്. നമ്പൂതിരി, ഈ കുതിരയിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്നും ഈ കുതിര വഴി നമുക്ക് കാലചക്രം കണ്ടുപിടിക്കാൻ കഴിയുമെന്നും പറയുകയാണ്. അപ്പോൾ കുതിര അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് കാണുന്ന അഷ്ടവക്ര കുതിരയുടെ പുറകെ പോവുകയാണ്. മറുവശത്ത് കുതിര തിരിച്ചു വരുന്നത് നോക്കി അവർ 3 പേരും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കുതിര ഓടി വരികയും സ്റ്റാച്യുവായി മാറുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ട് അത്ഭുതത്തോടെയും അതിശയത്തോടെയും നിൽക്കുകയാണ് ദേവസേന. പ്രൊഫസർ ദേവസേനയോട്, നമ്മുടെ നെക്സ്റ്റ് മീറ്റിംഗിൽ ദേവസേനയുടെ മനസ്സിലുള്ള ചോദ്യം
ചോദ്യങ്ങൾക്കുള്ള ആൻസർ കണ്ടുപിടിക്കാമെന്ന് പറയുകയാണ്. മറുവശത്ത് വിരാട്ട് ജനനിയെ കുറിച്ച് പറഞ്ഞതെല്ലാം ഓർമ്മിച്ച് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് നീലിയുടെ ഫ്രണ്ട് നീലിയെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. വിരാട്ടിനെ പോലുള്ള ആളുകൾ ജനനിയെ പോലുള്ള ഗ്രാമത്തിലുള്ള പെൺകുട്ടിയെ ഒരിക്കലും വിവാഹം കഴിക്കില്ല. കുറച്ചു ദിവസം പുറകെ നടന്നിട്ട് ബൈ പറയുമെന്ന് പറയുകയാണ്. ജനനി വിരാട്ടിനെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാൽ പ്രണവ് വഴി ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുമെന്നും ജനനിയുടെ സമാധാനം ഇല്ലാതാക്കുമെന്ന് പറയുകയാണ് നീലി. കുറച്ച് കഴിയുമ്പോൾ നീലി ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടേക്ക് പ്രണവ് വരികയാണ്. പ്രണവിനോട് നീലി ഓട്ടോബയോഗ്രഫിയിൽ പ്രണവ് പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ പേര് ഇൻക്ലൂഡ് ചെയ്യണമെന്നും അതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നീലി നോക്കിക്കൊള്ളാമെന്നും പറയുകയാണ്. അത് കേട്ട് സന്തോഷം തോന്നുന്ന പ്രണവ് ഓട്ടോബയോഗ്രഫിയിൽ ആ പെൺകുട്ടിയുടെ പേര് എഴുതാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പ്രണവ് പോകുന്നത് കാണുന്ന നീലിയും ഫ്രണ്ടും കൂടി പ്രണവ് ഒരു ഫൂളാണെന്നും പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. മറുവശത്ത് പ്രൊഫസറെ കാണുന്ന ദേവസേന പ്രൊഫസറോട് ദേവസേനയ്ക്ക് കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങൾ പറയുകയാണ്. കുട്ടിക്കാലത്ത് ദേവസേനയ്ക്ക് ഹോംവർക്ക് എഴുതാൻ വേണ്ടി ദേവസേനയുടെ അമ്മയുടെ ആത്മാവ് ദേവസേനയെ ഹെൽപ്പ് ചെയ്യുമെന്നും ഡേഞ്ചർ സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായാൽ അവിടെയും അമ്മയുടെ ആത്മാവ് വന്ന് രക്ഷിക്കുമെന്നും പറയുകയാണ്. എന്നിട്ട് ദേവസേന പ്രൊഫസറോട് അബ്നോർമൽ ആക്ടിവിറ്റിയിൽ എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ സഹോദരിയുടെ ചുറ്റും ഒരു ദുഷ്ടശക്തി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ഉള്ളതുപോലെ തോന്നുകയാണെന്ന് പറയുകയാണ് ദേവസേന. എനിക്ക് കുറച്ച് ദിവസം കൂടി വേണം, ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുകയാണ് പ്രൊഫസർ. അടുത്ത സീനിൽ പുരുഷോത്തമനും വിലാസിനിയും പ്രണവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആരും പരസ്പരം ഒന്നും സംസാരിക്കാതെയും മുഖത്ത് നോക്കാതെയും ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. വിലാസിനിയുടെ മനസ്സിൽ പുരുഷോത്തമനോട് ഇന്നലെ ഉണ്ടായ സ്വഭാവ മാറ്റത്തെക്കുറിച്ചും വിലാസിനിയെ പറ്റി കുറ്റം പറഞ്ഞതിനെ കുറിച്ചും ചോദിക്കണമെന്നുണ്ട്. പക്ഷേ പുരുഷോത്തമന്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുകയാണ് വിലാസിനി. ആ സമയം അവിടേക്ക് ശർബ വരുന്നു. ശർബ അവരോട് എല്ലാവരും സൈലന്റ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. പുരുഷോത്തമന് ഇന്നലെ വിലാസിനിയെ പറഞ്ഞതൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ പുരുഷോത്തമൻ സാധാരണ രീതിയിൽ തന്നെയാണ് അവരോട് സംസാരിക്കുന്നത്. പുരുഷോത്തമൻ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന വിലാസിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ശർബ പ്രണവിനോട് പുതിയ ഹെയർ സ്റ്റൈലാണോ, കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശർബ പ്രണവിനോട് കോളേജിൽ വരാൻ സമയമാകുമ്പോൾ കണ്ണാടിയിൽ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാൻ പറയുകയാണ്. ശേഷം പ്രണവ് കോളേജിൽ പോകാൻ വേണ്ടി റെഡിയായി വരുന്ന വഴി പ്രണവ് മായ കണ്ണാടിയിൽ നോക്കി ഹെയർ സ്റ്റൈല് ശരിയാക്കുകയാണ്. ആ സമയം പ്രണവിന്റെ മുഖഭാവം മാറുന്നു. പ്രണവിന് ദേഷ്യം വരുന്നു. പ്രണവ് വയലന്റായി അലറിക്കൊണ്ട് ദേവസേനയെ പേര് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ദേവസേനയും ജനനിയും വരുന്നു. പ്രണവ് ദേവസേനയോട് ദേവസേന അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം എല്ലാം മാറിയെന്നും പ്രണവിന് സ്കൂളിലും കോളേജിലും ഫ്രണ്ട്സിന്റെ ഇടയിലും ഇൻസൾട്ട് മാത്രമാണ് അനുഭവിക്കേണ്ടി വന്നതെന്നും ദേവസേനയുടെ പേര് പറഞ്ഞ് എല്ലാവരും പ്രണവിനെ കളിയാക്കിയിട്ടേ ഉള്ളൂ എന്നും ആർക്കും എന്റെ വിഷമം മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് പ്രണവ് പറയുന്നതെല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ജനനിയും ദേവസേനയും. അപ്പോൾ അവിടെ വരുന്ന വിലാസിനി പ്രണവിന്റെ വിഷമത്തിന് കാരണം നിങ്ങളാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പ്രണവ് ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ഇവരെയും പഠിപ്പിച്ചതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. അങ്ങനെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ എനിക്ക് ആരുടെ മുന്നിൽ ഇൻസൾട്ട് ആവേണ്ട ആവശ്യമില്ലായിരുന്നു. ദേവസേനയെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രണവും ഫാമിലിയും കഴിയുന്നത്. ആ പേര് പറഞ്ഞാണ് പ്രണവ് എല്ലാവരുടെ മുന്നിൽ ഇൻസൾട്ടായി കൊണ്ടിരുന്നത്. ദേവസേനയും ജനനിയും കാരണം അവരെല്ലാവരുടെ മനസ്സും വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ദേവസേന കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം മാറി നിന്ന് വിൻഡോ വഴി കാണുന്ന ശർബയും കൂട്ടരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ജനനിയും ദേവസേനയും ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങും, ഈ വീട്ടിന്റെ പുറത്ത് വരുന്ന അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശർബ. കരയുന്ന പ്രണവിനെ വിലാസിനി സമാധാനിപ്പിക്കുകയാണ്. ശേഷം വളരെ വിഷമത്തോടെ ദേവസേന ഡ്രസ് എല്ലാം പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ജനനി ദേവസേനയോട് കുറച്ചു ദിവസമായി ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവാത്ത എന്തോ പ്രോബ്ലം ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ദേവസേന മുമ്പ് നടന്ന സംഭവങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. മുമ്പ് പ്രണവിന്റെ സ്വഭാവം മാറിയതും ഇന്നലെ അങ്കിളിന്റെ പെട്ടെന്നുണ്ടായ സ്വഭാവ മാറ്റവും എല്ലാം ഓർമ്മ വരുന്ന ദേവസേന ജനനിയോട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കേണ്ട, അങ്കിൾ വന്നിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാമെന്ന് പറയുകയാണ്. ഇതെല്ലാം വിൻഡോ വഴി കാണുന്ന ശർബ പ്ലാൻ ഫ്ലോപ്പ് ആയതിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ദേവസേനയും ജനനിയും ഇവിടെ നിന്ന് ഇറങ്ങിയാലേ നമ്മുടെ ലക്ഷ്യം നടക്കുകയുള്ളൂ, അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ശർബ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ ദേവസേന ജനനിയുടെ റൂമിലേക്ക് പോകുമ്പോൾ ജനനി
ജനനിയുടെ റൂമിൽ നിന്ന് വീരാട്ട് ഇറങ്ങിപ്പോകുന്നത് കാണുന്ന ദേവസേന വീരാട്ടിനെ വിളിക്കുകയാണ്. ദേവസേനയുടെ വിളി കേട്ട് നിൽക്കുന്ന വീരാട്ടിനോട് ദേവസേന ഇവിടെ വന്നത് എന്തിനാണ്? നിങ്ങളുടെ ഫാമിലിയുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന വീരാട്ട് ജനനി എന്നോട് ഇവിടെ ആരും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അവിടേക്ക് ജനനി വരുന്നു. വീരാട്ടിനെ കാണുന്ന ജനനി വീരാട്ടിനോട് എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. വീരാട്ട് ജനനിയോട് നീ ഫോണിൽ വിളിച്ച് വരാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത്, നീ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. വീരാട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നതെന്നും പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് ജനനി. അത് കേട്ട് ദേഷ്യം വരുന്ന ദേവസേന വീരാട്ടിനോട് വയലന്റായി സംസാരിക്കുകയാണ്. ഇവരുടെ സംസാരം കേട്ട് അവിടേക്ക് വിലാസിനി വരുന്നു. വിലാസിനിയോടും വീരാട്ട് ജനനി വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന വിലാസിനി, പ്രണവ് ഡ്രിങ്ക്സ് കഴിച്ചതിന് നീ ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? ഇപ്പോൾ നിന്റെ സഹോദരി ചെയ്തതിന് ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ് വിലാസിനി. ഇതെല്ലാം കേട്ട് കരയുകയാണ് ജനനി. ദേവസേനയോട് വീരാട്ട്, എന്റെ അമ്മ രാജേശ്വരിയുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ അടുത്ത് വരുന്ന ദിവസം ജനനിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ജനനിയെ കൊണ്ട് പോകുമെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ദേവസേന, രാജേശ്വരിയുടെ പവർ എന്താണെന്നും പണത്തിന്റെ അഹങ്കാരമാണ് നീ ഇപ്പോൾ ഇവിടെ കാണിച്ചത്, ഇത് ശരിയായില്ല വീരാട്ട് എന്ന് പറയുമ്പോൾ വീരാട്ട് അവിടെ നിന്ന് പോകുന്നു. പുറത്തു പോകുന്ന വീരാട്ട് ശർബയായി മാറുന്നു. ശർബ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അത് കാണുന്ന വിലാസിനി, ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് വിലാസിനി അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ ജനനി കരഞ്ഞുകൊണ്ട് ദേവസേനയോട് വീരാട്ടിന് ജനനി ഇഷ്ടമാണ്, ആ കാര്യം വീരാട്ട് ജനനിയോട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട ഉടൻ തന്നെ ഞാൻ വീരാട്ടിനോട് ചേച്ചിയും രാജേശ്വരിയും തമ്മിലുള്ള പ്രശ്നം ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നും രണ്ട് കുടുംബവും ഒരിക്കലും ഒന്നാവില്ല എന്നും പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും വീരാട്ട് ഇങ്ങനെയെല്ലാം ചെയ്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ജനനി. അതെല്ലാം കേൾക്കുന്ന ദേവസേന ജനനിയോട് വിഷമിക്കണ്ട എന്നും എന്നെക്കാളും എനിക്ക് നിന്നെ വിശ്വാസമാണെന്നും ഇവിടെ കുറച്ചു നാളെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല, അങ്കിള് വന്നതിന് ശേഷം തീരുമാനമെടുക്കാമെന്നും പറയുകയാണ് ദേവസേന. അപ്പോൾ ശാലിനി ഫോണിൽ വിളിക്കുമ്പോൾ ദേവസേന ശാലിനിയെ നേരിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറയുകയാണ്. ശേഷം ജനനിയെ ദേവസേന ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. മറുവശത്ത് അഷ്ടവക്ര പോകുന്ന വഴിയിൽ പച്ചപ്പ് കണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് അഷ്ടവക്ര പറയുന്നത് കേൾക്കുന്ന നമ്പൂതിരിയുടെ ആത്മാവ് അഷ്ടവക്രയോട്, നീ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല, നിന്റെ ശക്തി പ്രയോഗിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉള്ളതെന്ന് നിനക്ക് മനസ്സിലാകുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അഷ്ടവക്ര ശക്തി പ്രയോഗിച്ച് നോക്കുമ്പോൾ അവിടെ മുഴുവൻ നാഗങ്ങളുള്ളത് അഷ്ടവക്രയുടെ കണ്ണിൽ കാണുകയാണ്. അഷ്ടവക്രയോട്, വീര്യം കൂടിയ വിഷമുള്ള നാഗങ്ങളാണ് അവിടെ ഉള്ളത്, അവയുടെ വിഷമേറ്റാൽ തൽക്ഷണം മരണം സംഭവിക്കും, അതുകൊണ്ട് നാഗങ്ങളെ തൊടാതെ തന്നെ മറുവശത്ത് പോകണമെന്ന് പറയുകയാണ് ആത്മാവ്. അത് കേൾക്കുന്ന അഷ്ടവക്ര സൂക്ഷിച്ച് പതുക്കെ പതുക്കെ നാഗങ്ങളുടെ ഇടയിലൂടെ അവരെ ശല്യം ചെയ്യാതെ അവരെ ടച്ച് ചെയ്യാതെയും പോവുകയാണ്. ഈ സമയം വിലാസിനി ഡോക്ടർ റാം വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് വരികയാണ്. റാമിനെ കാണുന്ന വിലാസിനി എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന റാം ഒരു ക്രീം എടുത്ത് വിലാസിനിയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഈ ക്രീം ഇട്ടാൽ മുഖത്തുള്ള എത്ര വലിയ പാടുകളും മാറുമെന്ന്, ഈ ക്രീം ജനനിയുടെ മുഖത്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല, എങ്ങനെയാണ് ജനനിയുടെ മുഖത്തെ അടയാളമൊക്കെ മാറിയതെന്നൊക്കെ ചോദിക്കുകയാണ് റാം. അത് കേൾക്കുന്ന വിലാസിനി, ജനനിയുടെ മുഖത്തെ അടയാളം എങ്ങനെയാണ് മാറിയതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അവർ പ്രീമിയർ ഷോ കാണാൻ പോയ കാര്യവും രാവിലെ ജനനിയെ കണ്ടപ്പോൾ മുഖത്ത് ഒരു അടയാളവും ഇല്ലായിരുന്നു എന്നും ജനനി മുഖത്ത് ഒരു ക്രീമും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നും ജനനിക്കും ദേവസേനയ്ക്കും മാത്രമേ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ എന്നും പറയുകയാണ്. അതെല്ലാം കേട്ട് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് റാം. മറുവശത്ത് ജനനിയെ കാണാൻ വേണ്ടി വഴിയിൽ കാത്തു നിൽക്കുന്ന വീരാട്ടിന്റെ മുന്നിൽ ജനനി വരുന്നു. വീരാട്ടിനെ കാണുന്ന ജനനി വീരാട്ടിനെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറി പോകുന്നത് കാണുന്ന വീരാട്ട് ജനനിയെ തടഞ്ഞു നിർത്തുകയാണ്. ജനനി വീരാട്ടിനോട് ഇതുവരെ വീരാട്ട് ചെയ്ത ഹെൽപ്പിനെ കുറിച്ചെല്ലാം പറയുകയാണ്. എന്നിട്ട് വീരാട്ടിനോട്, ഇന്നലെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? എപ്പോഴും പറഞ്ഞു നടക്കുന്നത് എന്നെ ഇഷ്ടമാണെന്നാണ്, എന്നിട്ട് എന്നെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ചേച്ചി നിങ്ങളെപ്പറ്റി പറഞ്ഞതെല്ലാം ശരിയാണ് എന്നൊക്കെ പറയുകയാണ്. ജനനി പറയുന്നതൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് വീരാട്ട്. വീരാട്ട് ജനനിയോട്, ഞാൻ ഇന്നലെ എപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ വന്നത്? ഇന്നലെ എംപ്ലോയ്മെന്റ് സൊസൈറ്റിയുടെ ആനുവൽ ഫംഗ്ഷൻ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്നലെ മുഴുവൻ ഓഫീസിൽ
ഓഫീസിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് വീരാട്ട് പറയുന്നതൊന്നും വിശ്വസിക്കാതെ ജനനി അവിടെ നിന്ന് പോകുന്നു. വീരാട്ട് വിളിച്ചിട്ടും വിളി കേൾക്കാതെ ജനനി പോവുകയാണ്. ജനനി ഇങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് വിഷമിച്ചു നിൽക്കുകയാണ് വീരാട്ട്. ഈ സമയം വിലാസിനി റാമിനോട് ഒരു ദിവസം ജനനിയെ ചെക്ക് ചെയ്യാൻ വേണ്ടി നേഴ്സിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ആ നേഴ്സ് കൊടുത്ത ഏതെങ്കിലും ക്രീം കൊണ്ടായിരിക്കും ജനനിയുടെ മുഖം ശരിയായതെന്ന് പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന റാം നേഴ്സിന്റെ കാര്യം ഓർമ്മിച്ച് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. കാരണം റാം നേഴ്സിനെ ഒന്നും അവിടേക്ക് പറഞ്ഞു വിട്ടിട്ടില്ലായിരുന്നു. അന്ന് നേഴ്സായി വന്നത് ശർബയായിരുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ സമയം അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് ജനനി വരുന്നു. ജനനി വിലാസിനിയോട് കാര്യം ചോദിക്കുമ്പോൾ വിലാസിനി പേടിച്ചും വിക്കിയും പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ജനനിക്ക് വിലാസിനി കള്ളം പറയുന്നതാണെന്ന് മനസ്സിലാവുകയാണ്. ജനനി റാമിനോട് മുഖത്തെ അടയാളം മാറിയത് എങ്ങനെയാണെന്ന് എത്ര ചോദിച്ചാലും ഞങ്ങളാരും പറയില്ല. ചേച്ചി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം ആരും അറിയാൻ പാടില്ല എന്ന്. ഈ പേരും പറഞ്ഞ് ഇനി ഡോക്ടർ ഞങ്ങളാരും ശല്യം ചെയ്യരുത്. അന്ന് ഡോക്ടർ പറഞ്ഞു വിട്ട നേഴ്സ് എന്റെ ബ്ലഡ് എടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന റാം അലറിക്കൊണ്ട് ജനനിക്ക് വേണ്ടി ഞാൻ ഒരു നേഴ്സിനെയും സത്യമായിട്ടും പറഞ്ഞു വിട്ടിട്ടില്ല എന്നും എന്റെ പേര് പറഞ്ഞ് ആരോ നിങ്ങളെ പറ്റിച്ചതാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ജനനി റാം പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല. എത്ര കള്ളം പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ ഫാമിലിയിലെ ആരുടെ പുറകെയും പോകരുതെന്ന് പറഞ്ഞിട്ട് ജനനി വിലാസിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് ദേവസേന പ്രൊഫസറോട് ഒത്തിരി വർഷം കാത്തിരുന്ന് എന്റെ സഹോദരിയെ എനിക്ക് കിട്ടിയതാണ്. ആദ്യമൊക്കെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ നോർമലായി നടക്കുന്നതാണെന്ന് വിചാരിച്ച് ഞാൻ കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായി അബ്നോർമലായോ നെഗറ്റീവായോ എന്തൊക്കെയോ നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന പ്രൊഫസർ ദേവസേനയോട് നിന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ശാരദ ജംഗിളിൽ നിന്ന് കിട്ടും. ആ സ്ഥലം എവിടെയാണെന്ന് ദേവസേന തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പിൽ ആ സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ ആയ ഒരു ഫോട്ടോ ദേവസേനയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് പ്രൊഫസർ. എന്നിട്ട് പ്രൊഫസർ ദേവസേനയോട് ശാരദ ജംഗിളിൽ എല്ലാവർക്കും പോകാൻ കഴിയില്ല. ചില സെലക്റ്റഡ് പീപ്പിൾസിന് മാത്രമേ അവിടേക്ക് കയറാൻ കഴിയുകയുള്ളൂ. അത് ആരാണെന്ന് ശാരദ ജംഗിൾ തന്നെ തീരുമാനിക്കും. ആ ജംഗിളിന്റെ അതിർത്തിയിലുള്ള മരത്തിലുള്ള തേനീച്ചകൾ അകത്തേക്ക് കയറാൻ കഴിയാത്തവരെ കടിക്കുകയും അവർ അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്യും. ഇതെല്ലാം ന്യൂസിൽ ഈയിടയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് പ്രൊഫസർ. അത് കേൾക്കുന്ന ദേവസേന ശാരദ ജംഗിൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് വാശിയോടെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ ആശ്രമത്തിൽ നടക്കുന്ന പൂജയ്ക്കിടയിൽ ഗുരുജിക്ക് ജനനിയെ ഓർമ്മ വരികയാണ്. ശേഷം ഗുരുജി ജനനിയെ ഫോണിൽ വിളിക്കുമ്പോൾ ജനനി കരയുകയാണ്. ജനനി കരയുന്നത് കണ്ട് ഗുരുജി കാര്യം ചോദിക്കുമ്പോൾ ജനനിക്ക് ഗുരുജിയെ കാണാൻ തോന്നുന്നു. ഗുരുജിയെ കണ്ടാൽ മനസ്സിന് ആശ്വാസം കിട്ടുമെന്ന് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ഗുരുജി വരാമെന്ന് ജനനിക്ക് വാക്കു കൊടുക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ റാം ജനനിയെ കാണാൻ വീട്ടിൽ വരുന്നു. റാം വീട്ടിൽ വന്നത് ഇഷ്ടമല്ലാതെ നിൽക്കുകയാണ് ജനനി. ആ കാര്യം മനസ്സിലാക്കുന്ന റാം അവരോട് എനിക്ക് ശരീരത്തിൽ പൊള്ളൽ കാരണം ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. ജനനി യൂസ് ചെയ്ത മരുന്ന് ഏതാണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഒരു ആശ്വാസമാകുമായിരുന്നു. അത് ഏത് മരുന്നായാലും കുഴപ്പമില്ല. വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളായാലോ പച്ചിലയായാലോ ഒരു കുഴപ്പവുമില്ല. എന്നോട് ഏതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് റാം. അത് കേൾക്കുന്ന പുരുഷോത്തമൻ ഞങ്ങൾ ഒരു മരുന്നും ഇതുവരെയായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇതെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ഞങ്ങളുടെ കുലദൈവത്തിന് നേർച്ച വെച്ചു. അപ്പോൾ ജനനിയുടെ മുഖം ശരിയാവുകയും ചെയ്തു. ഇതൊന്നും കേട്ടാൽ ആരും വിശ്വസിക്കുകയില്ല. അതാണ് ഞങ്ങൾ ഈ കാര്യം ആരോടും പറയാത്തതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന റാം അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് അഷ്ടവക്ര പോകുന്ന വഴിയിൽ മുന്നോട്ട് പോകാൻ 2 വഴികൾ കാണുന്ന അഷ്ടവക്ര മന്ത്രം പറയുമ്പോൾ അവിടെ വലിയൊരു നാഗം പ്രത്യക്ഷപ്പെടുകയും ആ നാഗം കല്ലായി മാറി ശരിയായ വഴി അഷ്ടവക്രയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് കാണുന്ന അഷ്ടവക്ര ആ വഴിയെ പോവുകയാണ്. ശർമ്മയുടെ അടുത്ത പ്ലാൻ എന്താണെന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്